സംഘികളുടെ പുണ്യാത്മാവായിട്ടുള്ള സുഗതന് ഇന്നിപ്പോ നെടുമങ്ങാട് ഹൈക്കോടതി ഒരു ഉപഹാരം നൽകിയിട്ടുണ്ട്. കാപ്പ കേസ് ചുമത്തി ജയിലിൽ അടച്ചിരിക്കുന്ന സുഗതൻ അയാൾ പുണ്യാത്മാവും പരമാത്മാവും ആദരിക്കപ്പെടേണ്ട മഹത് വ്യക്തികളിൽ ഒരാളാണെന്നാണ് തലസ്ഥാനത്തെ ബി.ജെ.പിക്കാരും ബി.ജെ.പി നേതൃത്വവും നാട്ടിൽ പറഞ്ഞു നടക്കുന്നത്. അടിമുടി ഗുണ്ടയും മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തകനും സമൂഹത്തിന് തന്നെ വലിയ ഭീഷണിയായിട്ടുള്ള കൊടും ക്രിമിനൽ. ആ കൊടും ക്രിമിനലിനെ പോലീസ് കാപ്പ ചുമത്തി ജയിലിലടച്ചു. ജയിലിലടച്ചതിന് ശേഷം ലക്ഷങ്ങൾ പൊടിച്ചുള്ള വക്കീലിനെയും കൊണ്ട് ഇന്നിപ്പോ അദ്ദേഹത്തിന് ജാമ്യത്തിലെടുക്കാൻ ബി.ജെ.പിക്കാർ നെടുമങ്ങാട് സെഷൻസ് കോടതിയിലേക്ക് ചെന്നു. ബാക്കി മുഖ്യധാര മാധ്യമങ്ങൾ പറഞ്ഞു തരും. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി കൗൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരത്തുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു സുഗതൻ അറസ്റ്റിലായത്. ബി.ജെ.പി കൗൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. സുഗതന് ജാമ്യമില്ല എന്ന വളരെ പ്രധാനപ്പെട്ട പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. സുഗതന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കാപ്പ ഉൾപ്പെടെ ചുമത്തപ്പെട്ട കൗൺസിലറാണ് സുഗതൻ. നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് പോലീസ് റെക്കോർഡുകളിൽ വ്യക്തമായിരുന്നു. അതിനിടയിലാണ് രാഷ്ട്രീയമായി വലിയ ചർച്ചയായി മാറിയത്. പോലീസ് സുഗതനെ പിടികൂടാനായി വീട്ടിലെത്തിയപ്പോൾ സംഘർഷമുണ്ടായിരുന്നു. പോലീസ് വെടിവെച്ചാണ് സുഗതനെ പിടികൂടിയത്. പോലീസിനെ ആക്രമിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളും കേസും ഒക്കെ നിലനിൽക്കുകയാണ്. അതിനിടയിലാണിപ്പോൾ ബി.ജെ.പി കൗൺസിൽ സുഗതന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത്. സുഗതന് കൗൺസിലറായി തുടരാൻ കഴിയുമോ എന്ന ചോദ്യം കാപ്പ ഉൾപ്പെടെ ചുമത്തപ്പെട്ട സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ്. കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗത്തിൽ സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വലിയ സംഘർഷവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു, ഏറ്റുമുട്ടലും ഉണ്ടായിരുന്നു. കഷ്ടം തന്നെ. വെറും 22 കേസിൽ മാത്രം പ്രതിയായിട്ടുള്ള ഒരു സൽസ്വഭാവിയായ ചെറുപ്പക്കാരൻ, സമൂഹത്തിന് എന്തെല്ലാം ഗുണമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നല്ല നല്ല ബിസിനസ്സുകൾ ചെയ്യുന്ന ചെറുപ്പക്കാരൻ. അതായത് ഗുണ്ടാപ്പിരിവ്, റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ്, ബ്ലേഡിന് കൊള്ളപ്പലിശയ്ക്ക് കൊടുക്കുക, ആ പണത്തിന്റെ പേരിൽ പാവങ്ങളെ കയ്യേറ്റം ചെയ്യുക, മർദ്ദിച്ച് അവശരാക്കുക, ചില കൊട്ടേഷനുകൾ ഏറ്റെടുത്ത് പണം വാങ്ങി ചിലരെ വീട്ടിൽ കയറി ആക്രമിക്കുക, അതും സ്ത്രീകളെ ഉൾപ്പെടെ. ഇങ്ങനെയുള്ള സമൂഹത്തിന് ഏറെ ഗുണവും സൽപ്രവൃത്തിയും ചെയ്തിരുന്ന ഒരു വ്യക്തിയെ തലസ്ഥാനത്ത് ബി.ജെ.പിക്കാർ കൂടുതലുള്ള ഒരിടത്ത് നിർത്തി വിജയിപ്പിച്ചിട്ട് അദ്ദേഹത്തെ കൗൺസിലർ പരിവേഷം കൊടുത്ത് അവർ കൊണ്ടു നടക്കുകയായിരുന്നു. കാര്യം ഗുണ്ടാ പ്രവർത്തനത്തിന് കൊടുത്ത ഒരു അംഗീകാരം, ആ അംഗീകാരത്തിന്റെ ബലത്തിൽ അദ്ദേഹത്തിന് അരങ്ങ് വാഴിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ക്ഷേത്രത്തിനകത്ത് ഉത്സവത്തിനിടെ ഒരു പാവപ്പെട്ട ഹിന്ദുവിനെ, ശ്രദ്ധിക്കുക, ഹിന്ദു പാർട്ടിയുടെ കൗൺസിലറായിട്ടുള്ള ഏറ്റവും സൽസ്വഭാവിയും ഈ സമൂഹത്തിൽ മാതൃകയാക്കേണ്ട വ്യക്തിയുമായിട്ടുള്ള സുഗതൻ ചെയ്ത പ്രവർത്തനത്തിന് പോലീസ് കേസെടുത്തു. തലമണ്ട അടിച്ചു പൊട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിനും ആ കേസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് മറ്റുള്ളവരുടെ ജീവൻ അതിക്രമിച്ച് അപകടത്തിലാക്കുന്നതിന്റെ സ്ഥിരം തൊഴിലാക്കി മാറ്റിയതിന് കാപ്പ ചുമത്തി. ആ കാപ്പ ചുമത്തിയതുമായി ബന്ധപ്പെട്ടാണ് കോടതിയിൽ ചെന്നത്. കോടതി പറഞ്ഞു, ആ ബി.ജെ.പിക്കാരുടെ നന്മ മകന് അല്ലെങ്കിൽ നന്മ പുത്രന്, സൽസ്വഭാവിക്ക് തൽക്കാലം പുറത്തിറങ്ങേണ്ട, അവൻ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിക്ക് വരെ ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ മനസ്സിലായി എന്നാണല്ലോ. സംഘികൾ നല്ല ശുദ്ധിയുള്ള ഭാഷയിൽ അല്ലെങ്കിൽ കുറെ ഓൺലൈൻ മഞ്ഞ ചാനലുകളിലൂടെ വെള്ളപൂശി മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജാതി, അദ്ദേഹത്തിന്റെ സൗന്ദര്യം, അദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ കണ്ടിട്ട് അദ്ദേഹം കുലപുരുഷനായതുകൊണ്ട് സിനിമകളിലൊക്കെ നമ്മൾ കാണാറില്ലേ, ചില സൽപുത്രന്മാരായിട്ടുള്ള തെമ്മാടി, അത്തരം ഒരാളിനെ ഞങ്ങൾക്ക് ഇങ്ങ് വിട്ടുതരണമെന്ന് കോടതിയിൽ അഭ്യർത്ഥിച്ചു. ലക്ഷങ്ങൾ പൊടിച്ചൊരു അഭിഭാഷകനെ ഇറക്കി. എന്ത് സംഭവിച്ചു? കോടതി കേസ് ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് അവനെ പിടിച്ച് ജയിലിടിഞ്ഞാൽ പുറത്തു വരരുതെന്നാണ് നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അങ്ങനെ വീണ്ടും സൽപുത്രൻ ജയിലിലേക്ക് തന്നെ യാത്രയായിട്ടുണ്ട്. നോക്കണേ, മേയറും കൗൺസിലർമാരും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനൊക്കെ പറഞ്ഞ വാചകങ്ങൾ കോടതിക്ക് മാത്രം മനസ്സിലാവില്ല, ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങൾക്കും മനസ്സിലാകുന്നില്ല. ആകെ മനസ്സിലാകുന്നത് ബി.ജെ.പിക്കാർക്ക് മാത്രം. കാര്യം ഗുണ്ടാ പ്രവർത്തനം സൽപ്രവൃത്തിയായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും കുലപുരുഷന്മാർ എന്ത് തെമ്മാടിത്തം ചെയ്താലും അതിനെയെല്ലാം സൽസ്വഭാവത്തിന്റെ ഭാഗമാണെന്ന് കാണുന്നവർക്ക് അങ്ങനെയേ കാണാൻ പറ്റൂ, ഒരുതരം മഞ്ഞപ്പിത്തൻ രോഗം ബാധിച്ചവരെ പോലെ. പക്ഷേ കോടതികൾക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ട് ചട്ടിയിലാക്കിയിരിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗുണ്ടാസുഗതൻ വീണ്ടും ജയിലിൽ തന്നെ തുടരും.